നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനും പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും അവസരം വന്നു ചേരും. വ്യാപാരം, വിപണനം, വിതരണ മേഖലകളിൽ 2024 പകുതി മുതൽ ജൂൺ മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് മെയ് മാസത്തിനുള്ളിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി കർമ്മമണ്ഡലങ്ങൾ സ്വന്തം നിലയിൽ സ്വന്തം മേൽനോട്ടത്തിലും കൺവെട്ടത്തിലും ചെയ്യാൻ തക്കവണ്ണം രൂപീകരിക്കുവാനും ധ്രുവീകരിക്കുവാനും ഉള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യക്തി താല്പര്യം പരമാവധി പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും അതിലുപരി ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസിക്കാൻ തക്കവണ്ണമുള്ള വീടോടുകൂടിയതായിട്ടുള്ള സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ ഉപരിപഠനം പൂർത്തീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരും. വർഷങ്ങളായിട്ട് വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. എന്നാൽ മെയ് മാസത്തിന് ശേഷം ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തിലേക്ക് ജോലിക്ക് മാറുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ആദ്യം ജീവിത പങ്കാളിക്ക് അവസരങ്ങൾ വന്നു ചേരുകയും പിന്നീട് 2026 ആണ്ടിൽ സകുടുംബം അവിടെ താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു അവസരങ്ങളാണ് ഉണ്ടാകുവാൻ ഇടയുള്ളത്. മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം എന്ന ജ്യോതിശാസ്ത്ര നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും ഈശ്വര പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടും അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. നമസ്കാരം.